രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യരൂപേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴുമാര്യപാദം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വജസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. അധ്യാത്മരാമായണം സുന്ദരകാന്ഡം സർഗം 4. ഹനുമദ് രാവണ സംവാദം ലങ്കാദഹനം. ശ്രീമഹാദേവ ഉവാച യാന്തം കപീന്ദ്രം ധൃതപാശബന്ധനം വിലോകയന്തം നഗരം വിഭീതവത് അധാടയൻ മുഷ്ടിതലൈ സുകോപന പൗരാസമന്താത് അനുയാന്തയിക്ഷിതും ബ്രഹ്മാസ്ത്രമേനം ക്ഷണമാത്ര സംഗമം കൃത്വാഗതം ബ്രഹ്മവരേണ സത്വരം ജ്ഞാത്വാ ഹനൂമാം അപി ഫൽഗുരജുബിർ ധൃതോയയൗ കാര്യവിശേഷഗൗരവാത്. സഭാന്തരസ്തസ്യ ച രാവണശ്രുതം പുരോ നിധായാഹ വലാരിജത്തഥാ ബദ്ധോ മയാ ബ്രഹ്മവരേണ വാനര സമാഗതോനേന ഹതാ മഹാസുരാഃ. ശ്രീ മഹാദേവൻ പറഞ്ഞു, പാശബന്ധനം കൊണ്ട് ഭീതനെപ്പോലെ നഗരം നോക്കിപ്പോയിക്കൊണ്ടിരുന്ന കപീന്ദ്രനെ കാണാൻ നഗരവാസികൾ ഒത്തുകൂടുകയും അവനെ കൈത്തലങ്ങളാൽ അടിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് മുമ്പ് നൽകിയ വരപ്രഭാവം കൊണ്ട് അവനോട് അല്പനേരം ചേർന്നിരുന്നിട്ട് ബ്രഹ്മാസ്ത്രം പെട്ടെന്ന് വിട്ടുപോയി. അതറിഞ്ഞിട്ടും ഹനുമാൻ കാര്യവിശേഷത്തിലുള്ള ഗൗരവത്താൽ ചെറുകയർ കെട്ട് വിടർത്താതെയാണ് പോയത്. അപ്പോൾ സഭാമധ്യത്തിലിരുന്ന രാവണന്റെ മുമ്പിൽ അവനെ നിർത്തിയിട്ട് ഇന്ദ്രജിത്ത് അറിയിച്ചു, ഇതാ ബ്രഹ്മവരത്താൽ ഞാൻ ബന്ധിച്ച വാനരൻ എത്തിയിട്ടുണ്ട്. ഇവനാണ് മഹാരാക്ഷസന്മാരെ കൊന്നത്. യദ്യുക്തമത്രാര്യ വിചാര്യമന്ത്രിവിർ വിധീയതാമേഷന ലൗകികോ ഹരി തതോ വിലോക്യാഹ സ രാക്ഷസേശ്വര പ്രഹസ്തമഗ്രേ സ്ഥിതമഞ്ജനാദ്രിപം. അല്ലയോ പിതാവേ, മന്ത്രിമാരോട് ആലോചിച്ച് ഇനി യുക്തമായത് വിധിച്ചാലും ഈ വാനരൻ സാധാരണക്കാരനല്ല. അനന്തരം ആ രാക്ഷസേശ്വരൻ മുന്നിലിരുന്ന അഞ്ജനഗിരിതുല്യനായ പ്രഹസ്തനെ നോക്കി കൽപ്പിച്ചു, പ്രഹസ്തവൃച്ഛൈനമസൗ കിമാഗത കിമത്ര കാര്യം കുത ഏവ വാനര വനം കിമർത്ഥം സകലം വിനാശിതം ഹതാ കിമർത്ഥം മമ രാക്ഷസാബലാത്. ഹേ പ്രഹസ്ത, ഇവനോട് ചോദിക്കൂ, ഈ കുരങ്ങൻ എന്തിനു വന്നു? ഇവിടെ എന്ത് കാര്യം? എവിടെ നിന്ന് വന്നു? ഉപവനമെല്ലാം തകർത്തത് എന്തിന്? എന്റെ രാക്ഷസരെ ബലാൽ കൊന്നതെന്തിന്? തദപ്രഗസ്തോ ഹനുമന്തമാതരാത് പപ്രച്ഛകേന പ്രകിതോസി വാനര ഭയം ജതേ മാസ്തു വിമോക്ഷ്യസേ മയാ സത്യം വദസ്വ അഖിലരാജസന്നിധൗ. അനന്തരം മാരുതിയോട് പ്രഹസ്തൻ സാദരം ചോദിച്ചു, ഹേ വാനര, നീ ആരാൽ ഐക്യപ്പെട്ടവനാണ്? നിനക്ക് പേടിയുണ്ടാകേണ്ടതില്ല. രാജാതിരാജന്റെ മുമ്പിൽ സത്യം ബോധിപ്പിച്ചുകൊള്ളുക, നിന്നെ ഞാൻ മോചിപ്പിക്കാം. തതോതിഹർഷാത് പവനാത്മജോരിപും നിരീക്ഷ്യ ലോകത്രയകണ്ഡകാസുരം വക്തും പ്രചക്രേ രഘുനാഥ സത്കഥാം ക്രമേണ രാമം മനസാ സ്മരൻ മുഹു ശൃണുസ്ഫുടം ദേവഗണാദ്യമിത്രഹേ രാമസ്യ ദൂതോഹം അശേഷഹൃത്സിതേ യസ്യാഖിലേശസ്യ ഹൃദാധുനാദയാ
ഭാര്യാസു നാശായ ശുനേവ സദ്ധവീം. സഹരാഘവോഭേദ്യമതംഗപർവതം സുഗ്രീവമൈത്രീവനലസ്യ സന്നിധൗ കൃത്വൈകബാണേന നിഹത്യ ബാലിനം സുഗ്രീവമേവാധിപതിം ജകാരതം. സ വാനരാണാമതിവോ മഹാബലൈർവാനരയൂതകോടിഭി രാമേണ സാർദ്ധം സഹലക്ഷ്മണേന ഭോ പ്രവർഷണേ മർഷയുധോ വധിഷ്ഠിതേ. സഞ്ജോദിതാസ്തേന മഹാഹരീശ്വര തരാസുതാം മാർഗയിതും ദിശോ ദശ. തത്രാഗമേഹ പവനാത്മജകവി സീതാം വിജിന്വൻ ശനകൈ സമാഗതഃ. ഹനുമാൻ 3 ലോകത്തിനും ദ്രോഹിയായ അസുരനെ, ശത്രുവിനെ സൂക്ഷിച്ചു നോക്കി. രാമനെ മനതാരിൽ വിചാരിച്ചിട്ട് ക്രമത്തിൽ അത്യാഹ്ലാദപൂർവം രഘുനാഥന്റെ സത്കഥ വിവരിച്ചു തുടങ്ങി. ഹേ ദേവഗണാദികൾക്ക് ശത്രുവായോനെ, വ്യക്തമായി കേൾക്കുക. സകലരുടെയും മനസ്സിൽ വിളങ്ങുന്ന രാമന്റെ ദൂതനാണ് ഞാൻ. ആ അഖിലേശ്വരന്റെ ഭാര്യയാണല്ലോ ആത്മനാശത്തിനായി നീ ഇവിടെ അപഹരിച്ചത്. പാവനമായ ഹവിസ് പട്ടി കൊണ്ടുപോകുന്നത് പോലെ. ആ രാഘവൻ മതംഗഗിരിയിലെത്തി അഗ്നിസന്നിധിയിൽ സുഗ്രീവനുമായി സഖ്യം ചെയ്യുകയും ഒറ്റ അമ്പിനാൽ ബാലിയെ നിഗ്രഹിച്ച് ആ സുഗ്രീവനത്തിന് രാജാവാക്കുകയും ചെയ്തു. അല്ലയോ രാവണ, വാനരരുടെ അധിപനായ ആ പ്രബലൻ ഇപ്പോൾ വമ്പിച്ച കരുത്തുറ്റ കോടിക്കണക്കിന് കവിഗണങ്ങളും രാമലക്ഷ്മണന്മാരുമൊത്ത് പ്രവർഷണഗിരിയിൽ അമർഷത്തോടെ കഴിയുകയാണ്. ഭൂമിപുത്രിയെ കണ്ടെത്തുന്നതിന് വേണ്ടി 10 ദിക്കിലേക്കും അദ്ദേഹം വമ്പരായ വാനര നായകന്മാരെ അയച്ചു. അവരിൽ ഏകനായ ഒരു വാനരനാണ് ഞാൻ. വായുതനയനായ ഞാൻ സീതയെ തേടി മെല്ലെ ഇവിടെ എത്തി. ദൃഷ്ട്വാ മയാ പത്മപലാശലോചനാം സീതാകപിത്വാദ്വിപിനം വിനാശിതം ദൃഷ്ടോ തദോഹം രഭസാ സമാഗതാൻ മാം ഹന്തുകാമാൻ ദ്രജാവസായകാൻ. മയാ ഹതാസ്തേ പരിരക്ഷിതം വപു പ്രിയോ ഹി ദേഹോ അഖിലദേഹിനാം പ്രഭോ ബ്രഹ്മാസ്ത്രപാശേന നിബധ്യമാം തദാ സമാഗമൻ മേഘനിനാദനാമക. സീതാദേവിയെ ഞാൻ കണ്ടു. വാനരപ്രകൃതിയാലാണ് ഉപവനം തകർത്തത്. വില്ലും അമ്പും വേന്തി എന്നെ കൊല്ലാൻ പാഞ്ഞെടുത്ത രാക്ഷസന്മാരെ കണ്ടപ്പോ സ്വദേഹരക്ഷയ്ക്കായി ഞാൻ അവരെ കൊന്നു. പ്രഭോ, ദേഹം ജീവികൾക്കെല്ലാം പ്രിയമാണല്ലോ. പിന്നെ മേഘനാഥൻ എന്ന പേര് ഉള്ളവൻ ബ്രഹ്മാസ്ത്രപാശത്താൽ കെട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നു. സ്പൃഷ്ട്വൈവ മാം ബ്രഹ്മവരപ്രഭാവത ത്യക്വാഗതം സർവമവൈ വിരാവണ തഥാപ്യഹം ബദ്ധൈവാഗതോഹിതം പ്രവക്തുകാമക്കരുണാരസാർദ്ധതി. അല്ലയോ രാവണ, ബ്രഹ്മവര പ്രഭാവത്താൽ അസ്ത്രം എന്നെ തൊടുക മാത്രം ചെയ്ത് വിട്ടുപോയി. എല്ലാം എനിക്കറിയാം. എങ്കിലും ബദ്ധനെപ്പോലെ ഞാൻ ഇവിടെ എത്തി. കൃപാരസത്താൽ മനമലിഞ്ഞ ഞാൻ നിനക്ക് നന്മ ചൊല്ലിത്തരാൻ ആഗ്രഹിക്കുന്നു. വിചാര്യലോകസ്യ വിവേകതോഗതിം ന രാക്ഷസീം ബുദ്ധിമുപൈതി രാവണ ദൈവീം ഗതിം സംസ്കൃതി മോക്ഷഹൈതുകീം സമാശ്രയാത്യന്തഹിതായ ദേഹിനഃ. അല്ലയോ രാവണ, വിവേകപൂർവം ലോകസ്വഭാവം ആലോചിച്ച് ആസുരബുദ്ധി കൈക്കൊള്ളാതിരിക്കൂ. ആത്മാവിൻ്റെ പരമഹിതം ലാക്കാക്കി സംസാര മോചനത്തിനുതകുന്ന വഴി, ആ ദിവ്യമായ മാർഗം നീ സ്വീകരിക്കൂ. ത്വം ബ്രഹ്മണോഹുത്തമ വംശസംഭവ പൗലസ്ത്യപുത്രോസു കുബേരബാന്ധവ ദേഹാത്മബുദ്ധ്യാ വിജപശ്യ രാക്ഷസോ നാസ്യാത്മബുദ്ധ്യാ കിമു രാക്ഷസോ നഹി. ശരീരബുദ്ധ്യേന്ദ്രിയ ദുഃഖസന്തതിർ നദേന ചത്വം തവ നിർവികാരത അജ്ഞാനഹേതോശ്ച തഥൈവ സന്തതേർ അസത്വമസ്യ സ്വപദോ ഹി ദൃശ്യവത്. ഇദം തു സത്യം തവ നാസ്തി വിക്രിയ വികാരഹേതുർന ച തേ ദ്വയത്വത യഥാ നഭഃ സർവഗതം ന ലിപ്യതേ തഥാ ഭവാൻ ദേഹഗതോപി സൂക്ഷ്മക ദേഹേന്ദ്രിയ പ്രാണശരീരസംഗത ത്വാത്മേതി ബുദ്ധ്വാ അഖിലബന്ധഭാഗ് ഭവേത്. ഉത്തമ വംശജനായ നീ ബ്രാഹ്മണൻ തന്നെ, പൗലസ്ത്യപുത്രനും കുബേര സഹോദരനുമാണല്ലോ നീ. നോക്കൂ, ദേഹമാണ് ആത്മാവെന്ന് കരുതിയാലും നീ രാക്ഷസനല്ല. ആത്മബുദ്ധിയാൽ രാക്ഷസനേ അല്ലെന്ന് പിന്നെ പറയേണ്ടതുണ്ടോ?
ദേഹം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയുടെ അഴൽനിര നിന്റേതല്ല. ശരീരാദിയും നീയല്ല. വികാരരഹിതനായ നിനക്ക് ഇവയുമായി യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ ഉറങ്ങുന്നവൻ കിനാവിൽ കാണുന്ന ദൃശ്യത്തിനെന്ന പോലെ അജ്ഞാനഹേതുകമായ ഈ ദേഹാദി സമൂഹത്തിനും സത്യത്തിൽ ഉണ്മയല്ല. ഈ ആത്മാവാകട്ടെ സത്യമാണ്. നീ ആത്മാവാകയാൽ നിനക്ക് വികാരമില്ല. അദ്വിതീയമായതിനാൽ നിനക്ക് വികാരഹേതുവുമില്ല. എങ്ങനെയാണോ എങ്ങും നിറഞ്ഞ ആകാശം മറ്റൊന്നിനാലും ലിപ്തമാകാത്തത്, അതുപോലെ നീയും ദേഹഗതനെങ്കിലും സൂക്ഷ്മവസ്തുവാകയാൽ ലിപ്തനാകാറില്ല. സൂക്ഷ്മദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, സ്ഥൂലദേഹം ഇവയുടെ സമാഗമമാണ് ആത്മാവെന്ന് ധരിക്കയാൽ സകല ബന്ധങ്ങൾക്കും നീ ഭാഗവക്കാകുന്നു. ചിന്മാത്രമേവാഹമജോഹമക്ഷരോ ആനന്ദഭാവോഹമിതി പ്രമുജ്യതേ ദേഹോപ്യനാത്മാ പൃഥിവീ വികാരജോ ന പ്രാണ ആത്മാനില ഏഷ ഏവ സഹ മനോപ്യഹങ്കാര വികാരയേവനോ നജാപി ബുദ്ധി പ്രകൃതേർവികാരജ ആത്മാ ചിദാനന്ദമയോ വികാരവാൻ ദേഹാദി സംഘാദി വ്യതിരിക്ത ഈശ്വര. ഞാൻ അറിവ് മാത്രം, ഞാൻ അജനും അനശ്വരൻ തന്നെ, ഞാൻ ആനന്ദഭാവമാണ് എന്ന ചിന്തയാൽ നീ മോചിക്കപ്പെടുന്നു. ഭൂമിയുടെ പരിണാമജനിതമായ ദേഹവും ആത്മാവല്ല. ഈ പ്രാണനും ആത്മാവല്ല, അത് വെറും കാറ്റ് മാത്രം. മനസ്സും അഹങ്കാരത്തിന്റെ വികാരം മാത്രമാണ്. അതിനാൽ മനസ്സ് ആത്മാവല്ല. പ്രകൃതി വികാരത്തിൽ നിന്ന് ഉളവായതാണ് ബുദ്ധിയും. അതിനാൽ ബുദ്ധി ആത്മാവല്ല. ആത്മാവ് ചിദാനന്ദമയവും വികാരമറ്റതുമാണ്. ദേഹാദികളുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിയാമക ശക്തിയാണ്. നിരഞ്ജനോ മുക്ത ഉപാദിത സദാ ജ്ഞാത്വൈവമാത്മാനമിതോ വിമുച്യതേ അദോഹമാത്യന്തികമോക്ഷസാധനം വക്ഷ്യേ ശൃണുഷ്വ അഹിതോ മഹാമതേ. വിഷ്ണോർഹി ഭക്തിസ്സു വിശോദനം ധിയ തതോ ഭവേ ജ്ഞാനമതീവ നിർമ്മലം വിശുദ്ധതത്വാനുഭവോ ഭവേത്തത സമ്യക് വിദിത്വാ പരമം പദം വ്രജേത്. ആത്മാവ് കറയറ്റതും എന്നും ഉപാധിരഹിതവുമാണ്. ആത്മാവിനെ ഇவ்விதം അറിഞ്ഞാണ് സംസാരത്തിൽ നിന്ന് മോചനം നേടുന്നത്. അല്ലയോ അതിബുദ്ധിമാനായ രാവണ, അതിനാൽ ഞാൻ പരമമായ മോക്ഷോപായം നിനക്ക് ഉപദേശിച്ചു തരാം. ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. ഭഗവാനിലുള്ള പരമപ്രേമമാണ് ബുദ്ധിയെ പാവനമാക്കാനുള്ള നിശ്ചിതമായ ഉപാധി. അതിൽ നിന്നും പരമനിർമ്മലമായ ആത്മജ്ഞാനം ഉണ്ടാകുന്നു. അതിൽ നിന്നാണ് ശുദ്ധ തത്വത്തിൻ്റെ അനുഭവം ഉദിക്കുന്നത്. അങ്ങനെ സമ്യക്കായ ജ്ഞാനത്താൽ പരമപദം പ്രാപിക്കാം. അതോ ഭജസ്വാദ്യ ഹരിം രമാപതിം രാമം പുരാണം പ്രകൃതേ പരം വിഭും വിസൃജ്യ മൗർഖ്യം ഹൃദി ശത്രുഭാവനാം ഭജസ്വ രാമം ശരണാഗത പ്രിയം സീതാം പുരസ്കൃത്യ സപുത്രബാന്ധവോ രാമം നമസ്കൃത്യ വിമുച്യസേ ഭയാത്. അതിനാൽ പ്രകൃത്യതീതനും വിഭുവും അനാദിയും രമാപതിയും ഹരിയുമായ രാമനെ ഭജിക്കുക. മൂഢതയും മനസ്സിലുള്ള ശത്രുതയും വിട്ട് ശരണാഗതർക്ക് പ്രിയങ്കരനായ രാമനെ സേവിക്കുക. സീതയെ സമർപ്പിച്ച് മക്കളും ബന്ധുക്കളുമൊത്ത് രാമനെ വണങ്ങി ഭയത്തിൽ നിന്നും വിടുതൽ നേടുക. രാമം പരാത്മാനമഭാവയഞ്ജനോ ഭക്ത്യാ ഹൃദിസ്ഥം സുഖരൂപമദ്വയം കഥം പരം തീരമവാപ്നുയാജ്ഞയോ ഭവാംബുദേർദുഃഖതരംഗമാലിനഃ നോചേത്വമജ്ഞാനമയേന വന്യന ജ്വലന്തമാത്മാനമരക്ഷിതാരിവത് നയസ്യധേധ സ്വഹൃദൈശ്ച പാതകൈർ വിമോക്ഷശങ്കാ നജതേ ഭവിഷ്യതി. ശ്രുത്വാമൃതാസ്വാദന സമാനഭാഷിതം തദ്വായുസൂനോർ ദശകന്ധരോസുര അമൃഷ്യമാണോ അതിരുഷാകപീശ്വരം ജഗാത രക്താന്തവിലോചനോജ്വലൻ. ഹൃദയസ്ഥനും സുഖരൂപനും ഏകനും പരമാത്മാവുമായ രാമനെ ഭക്തിപൂർവം ഭാവന ചെയ്യാത്തവൻ എങ്ങനെ ദുഃഖത്തിൻ്റെ കല്ലോലമാല തിളങ്ങുന്ന ഭവസാഗരത്തിൻ്റെ മറുകര പറ്റിക്കൂടും? അങ്ങനെ ചെയ്തില്ലെങ്കിൽ അജ്ഞതയുടെ തീയിലെരിയുന്ന ആത്മാവിനെ രക്ഷിക്കാനാവാതെ നീ ശത്രുവിനെപ്പോലെ സ്വയം ചെയ്ത പാതകങ്ങളാൽ
ആത്മാവിനെ അധോമാർഗത്തിലേക്ക് തള്ളിവിടും. നിനക്ക് മോക്ഷശങ്ക പോലും പിന്നെ ഉണ്ടാകുകയില്ല. മാരുതിയുടെ ആ അമൃതാസ്വാദനം പോലെ മധുരമയാർന്ന വാക്കുകൾ കേട്ട് അസുരനായ ദശമുഖൻ അസഹ്യമായ കോപാവേശത്താൽ ജ്വലിച്ച് തുടുത്ത കണ്ണുകളോടെ കപീശ്വരനോട് ഇങ്ങനെ പറഞ്ഞു: കഥം മമാഗ്രേ വിലപസ്യ ഭീതവത് പ്ലവങ്കമാനാമധമോസി ദുഷ്ടധി ക ഏഷ രാമ കഥമോ വനേചരോ നിഹന്മി സുഗ്രീവയുധം നരാധമം ത്വാം ചാദ്യ ഹത്വാ ജനകാത്മജാം തതോ നിഹന്മി രാമം സഹലക്ഷ്മണം തഥാ സുഗ്രീവമഗ്രേ ബലിനം കപീശ്വരം സവാനരം ഹന്മ്യ ചിരേണ വാനര ശ്രുത്വാ ദശഗ്രീവവജസ്സമാരുതിർ വിവിർദ്ധഗോപേന ദഹന്നിവാസുരം. എടാ ദുഷ്ടബുദ്ധിയായ വാനര, നീ ഭീതി എന്നെ എൻ്റെ മുമ്പിൽ എങ്ങനെ പുലമ്പുന്നു? ആരാണീ രാമൻ? വനചരൻ സുഗ്രീവനാര്? സുഗ്രീവനൊപ്പം ആ നരാധമന്റെ കഥ കഴിക്കുന്നുണ്ട്. എടാ കുരങ്ങെ, നിന്നെ ഇപ്പോ കൊന്നിട്ട് പിന്നെ ജാനകിയെയും അത് കഴിഞ്ഞ് രാമലക്ഷ്മണന്മാരെയും ഞാൻ വധിക്കും. ആദ്യമേ കരുത്തനായ കപീശ്വരനെയും അവന്റെ പടയോടൊപ്പം ഉടൻ തീർക്കുന്നുണ്ട്. രാവണന്റെ വാക്കുകൾ കേട്ട് മാരുതി ഏറിയ രോഷത്താൽ അസുരനെ ദഹിപ്പിക്കുമാറ് പറഞ്ഞു: നമേ സമാരാവണ കോടയോധമ രാമസ്യ ദാസോഹം അപാര വിക്രമ ശ്രുത്വാദിഗോപേന ഹനൂമദോ വജോ ദശാനനോ രാക്ഷസമേവമബ്രവീത് പാർശ്വേ സ്ഥിതം മാരേഖണ്ഡശക്കവിം പശ്യന്തു സർവേ സുരമിത്രബാന്ധവ നിവാരയാമാസ തതോ വിഭൂഷണോ മഹാസുരം സായുധമുദ്യതം വധേ രാജൻ വദാർഹോ ന ഭവേത് കഥഞ്ചന പ്രതാപയുക്തൈ പരരാജവാനരഃ ഹതേസ്മിൻ വാനരേ ദൂതേ വാർത്താം കോ വാ നിവേദയത് രാമായ ത്വം യമുദ്ദിശ്യ വധായ സമുപസ്ഥിതഃ. ഹേ നീച, കോടി രാവണന്മാർ പോലും എനിക്ക് സമന്മാരല്ല. ഞാൻ രാമദാസനും അപാര വിക്രമിയുമാണ്. ഹനുമാന്റെ വാക്കുകൾ കേട്ട് കടുത്ത ദേഷ്യത്തോടെ രാവണൻ അരികിലിരുന്ന ഒരു രാക്ഷസനോട് ആജ്ഞാപിച്ചു: ഈ കുരങ്ങനെ കഷണമാക്കി കൊല്ലുക. അസുരമിത്ര ബാന്ധവർ സകലരും കാണട്ടെ. മാരുതിയെ വധിക്കാനൊരുങ്ങിയ സായുധനായ മഹാസുരനെ അപ്പോൾ വിഭീഷണൻ വിലക്കി. വിഭീഷണൻ പറഞ്ഞു: അല്ലയോ രാജൻ, മറ്റൊരു രാജാവ് അയച്ച വാനരൻ പ്രതാപികളായ രാജാക്കന്മാരാൽ വധ്യനാകാൻ പാടില്ല. ദൂതനായ ഈ വാനരൻ കൊല്ലപ്പെട്ടാൽ ആരെ വധിക്കണമെന്നുദ്ദേശിച്ച് അങ്ങ് ഒരുങ്ങുന്നുവോ ആ രാമന് ഈ വിവരം ആരാണ് അറിയിച്ചു കൊടുക്കുക? അതോ വധസ്സമം കിഞ്ചിതന്യ ചിന്തയ വാനരേ സജിന്നോ ഗച്ഛതു ഹര്യം ദൃഷ്ട്വായാസ്യതി ദ്രുതം രാമസുഗ്രീവ സഹിതസ്തതോ യുദ്ധം ഭവേത്തവ വിഭീഷണവചശ്രുത്വാ രാവണോപ്യേതബ്രവീത്. അതിനാൽ വധതുല്യമായ മറ്റേതെങ്കിലും ശിക്ഷ വാനരന് നൽകാൻ ആലോചിക്കുക. ഈ വാനരൻ ഇവിടെ നിന്ന് അടയാളസഹിതം പോകട്ടെ. അവനെ കണ്ടാൽ സുഗ്രീവസഹിതനായ രാമൻ ഉടൻ എത്തിച്ചേരും. അപ്പോൾ അങ്ങേക്ക് അവരോട് യുദ്ധം ചെയ്യാം. വിഭീഷണന്റെ വാക്കുകൾ കേട്ട് രാവണനും ഇങ്ങനെ പറഞ്ഞു: വാനരാണാം ഹിലാങ്കൂലേ മഹാമാനോ ഭവേത് കില അതോ വസ്ത്രാഭിധിപുച്ഛം വേഷ്ടയിത്വാ പ്രയത്നത് വന്യനായോജയിത്വൈനം ഭ്രാമയിത്വാ പുരേഭിത വിസർജേത പശ്യന്തു സർവേ വാനരയൂതപാഹ. കുരങ്ങന്മാർക്ക് വാലിൽ വലിയ അഭിമാനമാണത്രേ. ആകയാൽ തുണികളാലും മറ്റും പ്രയത്നപൂർവ്വം എൻ്റെ വാൽ ചുറ്റിക്കെട്ടി തീ കൊളുത്തുക. എന്നിട്ട് ഇവനെ പട്ടണത്തിന്റെ നാലുപാടും ചുറ്റിച്ചിട്ട് വിട്ടയക്കുക. സകല വാനര ഗണമുഖ്യരും ഇവനെ കാണട്ടെ. തഥേദിഷണപട്ടൈശ്ച വസ്ത്രൈരന്യൈരനേകശഃ തൈലാക്തൈർവേഷ്ടയാമാസാർ ലാങ്കുലം മാരുതേർദൃഢം പുച്ഛാഗ്രേ കിഞ്ചിതനലം ദീപയിത്വാദരാക്ഷസാഃ രജ്ജുഭിഃ സുദൃഢം ബദ്ധ്വാ ധൃത്വാദം ബലിനോസുര സമന്താദ് ഭ്രാമയാമാസു ചോരോയം ഇതി വാദിന തുര്യഘോഷൈർഘോഷയന്ത താടയന്തോ മുഹുർമുഹു. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് രാക്ഷസർ എണ്ണയിൽ മുക്കിയ ചണപ്പട്ട മറ്റനേകം തുണികൾ എന്നിവ കൊണ്ട് മാരുതിയുടെ വാൽ മുറുക്കിക്കെട്ടി. പിന്നെ രാക്ഷസന്മാർ വാലിന്റെ അറ്റത്ത് തീ കൊളുത്തി.
കയറുകൾ കൊണ്ട് ദൃഢമായി ബന്ധിച്ചു. എന്നിട്ട് നിരന്തരം അവനെ അടിക്കുകയും പെരുമ്പറ മുഴക്കുകയും ഇതാ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു. മുഷ്കരായ രാക്ഷസന്മാർ മാരുതിയെ പിടിച്ച് 4 പാടും നഗരത്തിൽ ചുറ്റിച്ചു. ഹനുമതാപിതൽ സർവം സോഡം കിഞ്ചിൽ ചികീർഷുണ ഗത്വാതു പശ്ചിമദ്വാര സമീപം തത്ര മാരുതി സൂക്ഷ്മേ ബഭൂവ ബന്ധേഭ്യോ നിസ്സൃത പുനരപ്യസൗ ബഭൂവ പർവ്വതാകാര തത ഉത്പ്ലുത്യ ഗോപുരം. അല്പം കാട്ടിക്കൂട്ടണമെന്ന് ആഗ്രഹിച്ച ഹനുമാനും അതെല്ലാം സഹിക്കുകയാണ് ചെയ്തത്. പടിഞ്ഞാറേ ഗോപുര കവാടത്തിനടുത്തെത്തിയപ്പോൾ മാരുതി ചെറുരൂപം പേറി കെട്ടുകളിൽ നിന്ന് വേറിട്ട് പിന്നെ ഗോപുരത്തിലേക്ക് കുതിച്ചു. വീണ്ടും അവൻ പർവ്വതാകാരം പൂണ്ടു. തത്രൈകം സ്തംഭമാദായ ഹത്വാ താൻ ദക്ഷിണക്ഷണാത് വിചാര്യകാര്യശേഷം സപ്രാസാദഗ്രാദ് ഗുഹാദ്ഗൃഹം ഉത്പ്ലുത്യോത്പ്ലുത്യ സന്ദീപ്ത പുച്ഛേന മഹദാ കപി ദദാഹ ലങ്കാമഖിലാം സ അട്ടപ്രാസാദതോരണം. അവിടെ നിന്ന് ഒരു തൂണ് വലിച്ചൂരി ആ കാവൽക്കാരെ ക്ഷണത്തിൽ വധിച്ചു. ഇനി ചെയ്യേണ്ടതിനെപ്പറ്റി തീരുമാനമെടുത്തുകൊണ്ട് അവൻ ഗോപുരാഗ്രത്തിൽ നിന്ന് വീടുതോറും ചാടി. തടിച്ചതും തീ കത്തുന്നതുമായ വാലുമായി ചാടിയ ആ കപി അട്ടാളികകളും അരമനകളും തോരണങ്ങളുമടക്കം ലങ്ക മുഴുവൻ ദഹിപ്പിച്ചു. ഹാദാദപുത്രനാഥേരി ക്രന്ദമാനാസമന്തത വ്യാപ്താ പ്രാസാദ ശിഖരേപി ആരൂഢാ ദൈത്യയോഷിതഃ ദേവതാ ഇവ ദൃശ്യന്തേ പതന്ത്യ പാവകേ അഖില വിഭീഷണഗൃഹം ത്യക്ത്വാ സർവം ഭസ്മീകൃതം പുരം. മാളിക മുകളിലിരുന്ന ദൈത്യനാരികൾ പോലും അയ്യോ അച്ഛാ മകനേ നാഥ എന്ന് നിലവിളിച്ചുകൊണ്ട് എങ്ങും ഉഴറി ഓടി. മുകളിൽ നിന്ന് തീയിൽ വീണ അവരെല്ലാം ദേവതകളെപ്പോലെ കാണപ്പെട്ടു. വിഭീഷണന്റെ വീടൊഴിച്ച് നഗരം മുഴുവൻ ചാമ്പലാക്കി. തത ഉത്പ്ലുത്യ ജലദൗ ഹനുമാൻ മാരുതാത്മജഃ ലാങ്കുലം മജ്ജയിത്വാന്ത സ്വസ്ഥചിത്തോ ബഭൂവസ വായോ പ്രിയസഖിത്വാശ്ച സീതയാ പ്രാർത്ഥിതോ അനലഃ ന ദദാഹ ഹരേ പുച്ഛം ബഭൂവാത്യന്ത ശീതളഃ. പിന്നെ വായുധനയനായ ഹനുമാൻ കടലിൽ ചാടിയിട്ട് വാൽ വെള്ളത്തിൽ താഴ്ത്തി സ്വസ്ഥചിത്തനായി തീർന്നു. വായുവിന്റെ ഉറ്റ തോഴനാകയാലും സീതയാൽ പ്രാർത്ഥിതനാകയാലും അഗ്നിദേവൻ മാരുതിയുടെ വാൽ പൊള്ളിച്ചില്ല, മറിച്ച് തികച്ചും ശീതളനായി തീരുകയാണ് ചെയ്തത്. എന്നാമ സംസരണദൂത സമസ്ത പാപ താപത്രയാനലമപീഹതരന്തി സദ്യ തസ്യൈവ കിം രഘുവരസ്യ വിശിഷ്ടദൂത സന്തപ്യതേ കഥമസൗ പ്രകൃതാ അനലേന. ഏതൊരുവന്റെ പേരോതുകയാൽ ജനങ്ങൾ സകല പാപങ്ങളും പോക്കി ഐഹികമായ ത്രിവിധ താപാഗ്നിയെപ്പോലും സത്വരം അതിജീവിക്കുന്നുവോ ആ രഘുവരന്റെ തന്നെ വിശിഷ്ടദൂതനായി ഹനുമാൻ ഭൗതികമായ അഗ്നിയാൽ എങ്ങനെയാണ് പൊള്ളിക്കപ്പെടുക? ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡേ ചതുർത്ഥ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.